ജയേഷിന്റെയും രശ്മിയുടെയും വീട്. ആ വീട് പുറം ലോകത്തെ കാണിച്ചതും മാതൃഭൂമി ന്യൂസാണ്. ആഭിചാര ക്രിയകൾ അടക്കം ഇവിടെ നടക്കുന്നുണ്ട് എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. എന്നാൽ നിലവിലെ വീട്ടിൽ ശരിക്കും ആളെ കെട്ടിത്തൂക്കി മർദ്ദിക്കാൻ പറ്റിയ സാഹചര്യം ഒന്നും തന്നെയില്ല. ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് എന്ന് നാട്ടുകാർ അറിഞ്ഞിട്ടില്ല. അത് വിശ്വസിക്കാൻ പോലും പാടാണ് എന്നാണ് നാട്ടുകാർ ഓരോരുത്തരും പറയുന്നത്. CK അഭിലാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കണ്ടിട്ട് തിരിച്ചു വരാം. വീട് കണ്ടാൽ വളരെ ചെറിയ വീടാണ്. 1-2 മുറികളും ഒരു ചെറിയ അടുക്കളയും മാത്രമാണുള്ളത്. ഇങ്ങനെ ഒരു വീട്ടിൽ ഇത്തരത്തിലൊരു ക്രൂരമായ കൃത്യം നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയിക്കത്തക്ക തരത്തിലുള്ള ഒരു സ്ഥിതിയാണ് ഉള്ളത്. തൊട്ടടുത്ത് നിരവധി വീടുകളുണ്ട്. അമ്മ ഈ കഴിഞ്ഞ മാസം 1-ാം തീയതി പിന്നീട് തിരുവോണ ദിവസം വൈകുന്നേരം 2 പേരെ ഇവിടെ കൊണ്ടുവന്ന് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പരാതിയായി ഉയർന്നു വന്നിട്ടുള്ളത്. പുറത്തോട്ടെ നമ്മൾ സൗണ്ട് കേൾക്കുന്നില്ലല്ലോ. ഇത് ഞങ്ങൾ ഇച്ചിരി കുറച്ച് മാറിയ ഈ വാർത്ത കാണുമ്പോഴാണ് ഞങ്ങൾ ഓടിയോ എന്തോ പറ്റി എങ്ങനെയാണെന്നുകൊണ്ട് ഞങ്ങളും എല്ലാവരോടും പരസ്പരം ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. എന്ന് വെച്ചാൽ ഇവരെ ഒരു മനുഷ്യരുമായിട്ട് സഹകരണമില്ല. ആരോടും മിണ്ടത്തുമില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കടയിൽ പോകും, വരും. ഞങ്ങളോട് പോലും മിണ്ടത്തില്ല. ഞങ്ങളടുത്തൊക്കെയാണ് ഒരു സഹകരണമില്ല. പിന്നെ ഇവിടെ ഈ ഒരു ഭാഗം മുഴുവനും ഒരു പൂജാമുറി പോലെ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ വരുമ്പോഴത്തേക്ക് ഇവിടെ വിളക്ക് തീരും, സാമ്പ്രാണി തീയുടെ മണം അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ പകലൊന്നും ഇവിടെ അങ്ങ് ആരും കാണത്തില്ല. ഇവരുടെ അമ്മ മരിച്ചുപോയി, അച്ഛനും മരിച്ചുപോയി. അപ്പോൾ പകൽ ഇവിടെ വരുമ്പോഴത്തേക്ക് കാണത്തില്ല. ഇവിടെ ജോലിക്കൊക്കെ ഇറങ്ങി വീട്ടുജോലിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പരാതിക്കാർ പറഞ്ഞു ഇവിടെ ആഭിചാരമൊക്കെ നടക്കുന്നു, വലിയ പൂജ നടക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. സത്യമാണത്. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഇവരുടെ അമ്മയും അച്ഛനും ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ കൂടെ അവർ പളനിക്കൊക്കെ ഞങ്ങൾ പളനിക്ക് ടൂറ് വിടുമായിരുന്നു. ആ വണ്ടിയിൽ ഇവർ പളനിക്ക് വരികയും അവർ നല്ല ഭക്തയായിരുന്നു ആ സ്ത്രീയെ. എന്നാലും അവർക്ക് ഈ ആഭിചാര ക്രിയകളുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാകാൻ കാരണം ഞാൻ പണിയും കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ ഹോളിലൊരു പായിട്ടിട്ട് അതിലിവനെ ഇങ്ങനെ കിടത്തിയേക്കുവാ എൻ്റെ മരുമോനെ. അപ്പോൾ എൻ്റെ മകൾ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുവാടി ഇവിടെ നടക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ വന്ന് കാണുമ്പോൾ ഇങ്ങനെ ഇവൻ്റെ ദേഹത്തോട് ഇങ്ങനെ അങ്ങോട്ടിങ്ങനെ ഏതാണ്ടൊക്കെ ചെയ്യുക, എന്നിട്ട് ഏതാണ്ടൊക്കെ പറയുകയും ഇങ്ങനെയൊക്കെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുവാന്ന് ചോദിച്ചു. അത് ഇവൻ്റെ ശരീരത്തിൽ പാത കയറിയെന്നോ ഏതാണ്ടുണ്ട്, അത് മാറ്റുകയെന്ന് പറഞ്ഞു. ഞാൻ ഇവനെ എഴുന്നേക്കണമെന്ന് പറഞ്ഞു. എനിക്ക് ബാധ കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഒഴിപ്പിച്ചോളാം, നീ ഒഴിപ്പിക്കണ്ട, നീ ഇറങ്ങി പൊടിയെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ഞാൻ ഇറക്കി വിട്ടു. ഇനി മേലിൽ ഇവിടെ ഇങ്ങനെ ഒരു പേരും പറഞ്ഞ് കയറിയേക്കല്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ഇറങ്ങിപ്പോയി. പിന്നെ ഇറങ്ങിപ്പോയി. അതിൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് മിണ്ടിയിട്ടില്ല. അവൾ മരിക്കോളം മിണ്ടിയിട്ടില്ല. ജയേഷൊക്കെ കുഞ്ഞായിരുന്നു. അപ്പം നമുക്കറിയത്തില്ല ഇങ്ങനത്തെ ഒരു സ്വഭാവം ഇവർക്കുണ്ടെന്ന്. വളരെ ചെറിയ ഒരു മുറിയാണ്. വർഷങ്ങളായി അവരിവിടെ താമസിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരാളെ കെട്ടിത്തൂക്കി മർദ്ദിക്കത്തക്ക തരത്തിലുള്ള സാഹചര്യം വീട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒരു ക്യാമറ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇത് ബെഡ്റൂമിനുള്ളിലെ ദൃശ്യങ്ങൾ പകർത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി വെച്ചതാണോ എന്നതിനെക്കുറിച്ച് അറിയുകയില്ല. തിരുവോണത്തിൻ്റെ തലേദിവസം ഒന്ന് ഞാൻ പുല്ലാടെന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു ലേഡീസ് ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഈ ജയേഷും ഭാര്യയും അവിടെ ഉണ്ട്. ഇവരും അവിടെ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അപ്പം ബില്ല് വന്നപ്പോൾ 7000 രൂപയുടെ ബില്ല് വന്നു. അപ്പോൾ അവരത് കൊടുത്തു. ഇപ്പോൾ രശ്മി ഫോണിൽ കൂടെ സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത്. 24 മണിക്കൂർ അവിടെ ചെവിയിൽ ഇങ്ങനെ ഫോണുണ്ടാകും. എന്ന് ആരെയാടി നീ വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞ് അത് ഞാൻ ജയേഷിനെ തന്നെ ചേച്ചി വിളിക്കുന്നത്, വേറെ ആരെയും അല്ലെന്ന് പറഞ്ഞ്. നിങ്ങൾക്ക് എന്ത് പ്രായമുള്ളവരാണ്? കുഞ്ഞുങ്ങൾ മൂത്ത കൊച്ച് 3-ൽ പഠിക്കുന്നു, ഇളയത് 2-ൽ. അത്രയും പ്രായം. ഓണത്തിൻ്റെ ഇടയ്ക്ക് 3-4 ആണുങ്ങൾ പരിചയമില്ലാത്തവർ കണ്ട് നമ്മൾ റോഡിൽ കൂടെ വന്നപ്പോൾ ഞാനത് ഇവൻ ജോലിക്ക് പോയതല്ലേ, വന്ന് അവരുടെ കൂട്ടുകാർ വല്ലതും ആയിരിക്കുന്നു. അപ്പം ഇങ്ങനെ വന്നപ്പോഴാണ് വിടി കിട്ടിയത്. വേറെ കുഴപ്പമാണല്ലോ എന്ന്. ഇവിടെ പഞ്ചപാവായിരുന്നു. പക്ഷേ ഇവിടെ രംഗം ഇപ്പോഴറിയത് പുറത്തിറങ്ങി ഇവിടെ എല്ലാവരും കണ്ടാൽ പൂച്ചാരും മിണ്ടാതെ പോകും. ഇവിടെ ആര് വരുന്നു, എന്ത് വരുന്നു, ഇവിടെ എന്ത് നടക്കുന്നു പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കാൻ പോകത്തില്ല. കാരണം തൊട്ട അയൽവക്കത്തെ വീട് അതാണ്. അവർ പോലും ഈ സംഭവം പോലീസ് ഇവിടെ വന്ന് വ്യാഴാഴ്ച രാത്രി 7 മണിക്ക് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോഴാണ് അറിയുന്നത് ഇവിടെ എന്തോ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്ന്. ആരൊക്കെയോ ഇവൻ്റെ കൂടെ ബൈക്കേ വരുന്നുണ്ട്. പക്ഷേ ആരെ എന്തുവാന്ന് നമുക്കറിയത്തില്ല. ഇവരൊക്കെ ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് നമ്മളറിയാം. ആരുമായിട്ട് ഇവർ ബന്ധമില്ലാത്തടത്ത് നമ്മളിവിടെ കയറി വരാൻ പറ്റത്തില്ലല്ലോ. ആരോടും ഒരു വിധത്തിലും ഒരു സഹകരണം ഇല്ലാത്തവരാണ് ഇവർ.